2014 ജൂൺ മാസം. ലോകം മുഴുവൻ ബ്രസീലിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്. ലോക ഫുട്ബോൾ കിരീടം ആര് നേടുമെന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകർ. ഫുട്ബോളിന്റെ ആത്മാവായി കരുതപ്പെടുന്ന ബ്രസീൽ 64 വർഷങ്ങൾക്ക് ശേഷമാണ് ലോകകപ്പ് വേദിയാകുന്നത്. അതുകൊണ്ട് തന്നെ ആവേശവും സമ്മർദ്ദവും അതിന്റെ പാരമ്യത്തിലായിരുന്നു. ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് അതൊരു ഉത്സവമായി. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ലോകകപ്പല്ല. തങ്ങളുടെ ചിരവൈരികളുടെ മണ്ണിൽ ചെന്ന് കിരീടമുയർത്താനുള്ള സുവർണ അവസരമാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ലയണൽ മെസ്സിക്ക് അതൊരു അഗ്നി പരീക്ഷയായിരുന്നു. അദ്ദേഹത്തിന്റെ ചുമലിൽ രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുമുണ്ട്. മാറക്കാന സ്റ്റേഡിയത്തിൽ അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സി അണിഞ്ഞ് മെസ്സി ഇറങ്ങുമ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടുമെന്ന് ലോകം വിശ്വസിച്ചു. മറഡോണയ്ക്ക് ശേഷം മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി വിശ്വകിരീടമുയർത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അതുവരെ മെസ്സി ഒരു മികച്ച കളിക്കാരൻ മാത്രമായിരുന്നുവെങ്കിൽ 2014 അദ്ദേഹം അർജന്റീനയുടെ യഥാർത്ഥ നായകനായി മാറിയിരുന്നു. 2006 ശേഷം ലോകകപ്പിൽ ഒരു ഗോൾ നേടാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നില്ല. ക്ലബിനു വേണ്ടി മാത്രം കളിക്കുന്നവനെന്ന വിമർശകരുടെ പരിഹാസം ഒരു കനലായി മെസ്സിയുടെ ഉള്ളിലുണ്ട്. അതിൻ്റെതായ സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരം ബോസ്നിയയ്ക്കെതിരായിട്ടാണ്. മത്സരത്തിന്റെ 65-ാം മിനിറ്റിൽ ആരാധകർ കാത്തിരുന്ന ആ നിമിഷം പിറന്നു. മധ്യനിരയിൽ നിന്ന് പന്ത് സ്വീകരിച്ച മെസ്സി തന്റെ വശ്യമായ ഡ്രിബ്ലിംഗിലൂടെ മുന്നേറി. ബോക്സിന് തൊട്ടുപുറത്തുവെച്ച് തന്റെ ഇടതുകാൽ കൊണ്ട് മെസ്സി തൊടുത്ത ഷോട്ട് പോസ്റ്റിന്റെ അരികിൽ തട്ടി ഉള്ളിലേക്ക് കയറി. മാറക്കാന സ്റ്റേഡിയം ആർത്തിരമ്പി. 8 വർഷത്തിന് ശേഷം മെസ്സി വീണ്ടും ഒരു ലോകകപ്പ് ഗോൾ നേടിയിരിക്കുന്നു. രണ്ടാം മത്സരം ഇറാനെതിരെയാണ്. ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നിനെതിരെ ഇറാൻ ഉയർത്തിയത് അതിശക്തമായ ഒരു പ്രതിരോധ കോട്ടയാണ്. അർജന്റീനയുടെ എല്ലാ നീക്കങ്ങളും ഇറാന്റെ ബോക്സിന് മുന്നിൽ അവസാനിച്ചു. ബെലോ ഹൊറിസോണ്ടയിലെ മൈതാനത്ത് അർജന്റീനയുടെ കണ്ണീർ വീഴുമോ? ഇറാൻ ഉയർത്തിയ ഉരുക്ക് പ്രതിരോധം ഇതുവരെ തകർക്കാൻ അർജന്റീനയ്ക്കായിട്ടില്ല. സമയം 90 മിനിറ്റും കടന്ന് ഇഞ്ചുറി ടൈമിലേക്ക്. സ്കോർ ബോർഡിൽ ഇപ്പോഴും അർജന്റീന 0, ഇറാൻ 0. ഇറാൻ ആരാധകർ ആവേശത്തിലാണ്. അവർ ചരിത്രപരമായ ഒരു സമനില ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നു. അർജന്റീനയുടെ നീക്കങ്ങളെല്ലാം ഇറാന്റെ ബോക്സിന് മുന്നിൽ തട്ടിത്തകരുകയാണ്. ലാവസി പന്ത് മെസ്സിക്ക് നൽകുന്നു. വലതുവശത്ത് നിന്ന് മെസ്സി പന്തുമായി ഉള്ളിലേക്ക് കയറുകയാണ്. ബോക്സിന് വെളിയിൽ നിന്ന് ഒരു ലോങ് റേഞ്ച് ഷോട്ട്. ഇറാന്റെ പ്രതിരോധ മതിലുകളെ നോക്കുകുത്തിയാക്കി ഗോൾ കീപ്പർ ഹഗീഗിയുടെ ഡൈവിംഗിനെ നിഷ്പ്രഭമാക്കി പന്തൊരു മിന്നൽ പിണർ പോലെ വളഞ്ഞു ഗോൾ വലയുടെ മൂലയിൽ ചെന്ന് തറച്ചിരിക്കുന്നു. സ്റ്റേഡിയം പ്രകമ്പനം കൊണ്ടു. കമന്റേറ്റർമാർ ആർത്തലച്ചു. 90 മിനിറ്റ് നിങ്ങൾ അയാളെ ചങ്ങലക്കിട്ടിട്ടുണ്ടാകാം. 90 മിനിറ്റ് നിങ്ങൾ അയാളെ ശ്വാസം മുട്ടിച്ചിട്ടുണ്ടാകാം. പക്ഷേ ലയണൽ മെസ്സി എന്ന അത്ഭുതത്തിന് നിങ്ങളുടെ കോട്ട തകർക്കാൻ ഒരു നിമിഷം മതി. കമന്ററി കേട്ട് കാണികൾ ആവേശത്തോടെ വിവ അർജന്റീന, വിവ മെസ്സി എന്നാർത്ത് വിളിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന പോരാട്ടം
ആഫ്രിക്കൻ കരുത്തരായ നൈജീരിയക്കെതിരെയായിരുന്നു. പോർട്ടോ അലഗ്രയിലെ മൈതാനം അന്ന് സാക്ഷ്യം വഹിച്ചത് ലയണൽ മെസ്സി എന്ന ഗോൾ മെഷീന്റെ തേരോട്ടത്തിനാണ്. മത്സരം തുടങ്ങി 3-ാം മിനിറ്റിൽ തന്നെ ഡി മരിയയുടെ ഷോട്ട് ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിച്ചപ്പോൾ അവിടേക്ക് കുതിച്ചെത്തിയ മെസ്സി അത് വലയിലാക്കി. എന്നാൽ നൈജീരിയ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മത്സരം 1-1 എന്ന നിലയിൽ ആവേശകരമായി മുന്നോട്ടു പോകവെയാണ് ആദ്യ പകുതിയുടെ അവസാന നിമിഷം ആ സുവർണ നിമിഷം പിറന്നത്. ബോക്സിന് ഏകദേശം 25 വാര അകലെ വെച്ച് അർജന്റീനയ്ക്ക് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. പന്തിന് പിന്നിൽ ലോകം കാത്തിരിക്കുന്ന ആ 10-ാം നമ്പർ താരം ലയണൽ ആൻഡ്രേ മെസ്സി. ആരവങ്ങൾ നിറഞ്ഞു നിന്ന സ്റ്റേഡിയം ഒരു നിമിഷം നിശബ്ദമായി. റഫറിയുടെ വിസിൽ മുഴങ്ങി. ഒരു മാന്ത്രിക നൂലിൽ കോർത്തതുപോലെ കാറ്റിനെ വകഞ്ഞുമാറ്റി പന്ത് നൈജീരിയൻ പ്രതിരോധ മതിലിന് മുകളിലൂടെ വളഞ്ഞ് താഴേക്ക് പതിക്കുന്നു. ഗോൾ കീപ്പർ വിൻസെന്റ് എനിയാമയ്ക്ക് അനങ്ങാൻ പോലുമായില്ല. നൈജീരിയൻ പ്രതിരോധത്തെ നിഷ്പ്രഭമാക്കിയ ആ ഷോട്ടിലൂടെ അർജന്റീന വീണ്ടും ലീഡെടുക്കുകയാണ്. നൈജീരിയ ശക്തമായി തിരിച്ചടിച്ചെങ്കിലും മാർക്കോസ് റോഹോയുടെ ഗോളിലൂടെ അർജന്റീന 3-2 വിജയമുറപ്പിച്ചു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുന്ന കാഴ്ചയാണ് അന്ന് പോർട്ടോ അലഗ്രെ സാക്ഷ്യം വഹിച്ചത്. അർജന്റീന ഗ്രൂപ്പ് ഘട്ടത്തിലാകെ നേടിയ 6 ഗോളുകളിൽ 4 പിറന്നത് മെസ്സിയുടെ ഇടത് കാലിൽ നിന്നായിരുന്നു. കളിച്ച 3 മത്സരങ്ങളിലും മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ആ 10-ാം നമ്പർ ജേഴ്സിക്കാരന് തേടിയെത്തി. അതുവരെ മെസ്സി ഒരു മികച്ച കളിക്കാരൻ മാത്രമായിരുന്നുവെങ്കിൽ 2014 ഈ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിലൂടെ അദ്ദേഹം അർജന്റീനയുടെ യഥാർത്ഥ നായകനായി, അവരുടെ രക്ഷകനായി മാറി. മൈതാനത്ത് ഗോളുകൾ വാരിക്കൂട്ടുമ്പോഴും പുറത്ത് മെസ്സി ചില വിവാദങ്ങൾ നേരിട്ടു. നികുതി വെട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ അദ്ദേഹത്തെ മാനസികമായി വേട്ടയാടി. അതിലുപരി മത്സരങ്ങൾക്കിടയിൽ മെസ്സി മൈതാനത്ത് വെച്ച് ഛർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ലോകമെമ്പാടും വലിയ ചർച്ചയായി. മെസ്സിയുടെ ആരോഗ്യം നശിച്ചുവെന്നും അദ്ദേഹത്തിന് ലോകകപ്പിന്റെ സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്നും മാധ്യമങ്ങൾ എഴുതിപ്പിടിപ്പിച്ചു. എന്നാൽ വിമർശനങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ തന്നെ തളർത്താൻ മെസ്സി അനുവദിച്ചില്ല. തന്റെ രാജ്യത്തിനായി, തന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നത്തിനായി അദ്ദേഹം ഓരോ മത്സരത്തിലും കളിച്ചു. സ്വിറ്റ്സർലാൻഡിനെതിരെയുള്ള മത്സരം അർജന്റീനയുടെ ക്ഷമയെ പരീക്ഷിച്ച ഒന്നായിരുന്നു. നിശ്ചിത സമയത്തും സ്കോർ 0-0. കളി എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ എല്ലാവരും പെനാൽറ്റി ഷൂട്ടൌട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മധ്യനിരയിൽ നിന്ന് പന്ത് ലഭിച്ച മെസ്സി സ്വിസ് പ്രതിരോധ നിരയെ കീറിമുറിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. കൃത്യതയാർന്ന ഒരു പാസ് വലതുവശത്ത് സ്വതന്ത്രനായി നിന്ന ഏഞ്ചൽ ഡി മരിയയ്ക്ക് അദ്ദേഹം നൽകി. ഡി മരിയ ഒരു തകർപ്പൻ ഗോളിലൂടെ വല കുലുക്കി. ക്വാർട്ടറിൽ ബെൽജിയത്തെ മറികടന്ന അർജന്റീന സെമിയിൽ നേരിട്ടത് കരുത്തരായ നെതർലൻഡ്സിനെയാണ്. 1990 ശേഷം ലോകകപ്പ് സെമിഫൈനൽ കളിക്കുന്ന അർജന്റീനയ്ക്ക് അതൊരഭിമാന പോരാട്ടമായിരുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ
9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നെതർലൻഡ്സിനെതിരായ സെമിഫൈനൽ പോരാട്ടം ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളുകൾ നേടാനായില്ല. മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. ആദ്യ കിക്കെടുക്കാനെത്തിയത് നായകൻ മെസ്സി തന്നെയായിരുന്നു. സമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും ലൂയി വാൻ ഗാലിന്റെ കരുത്തരായ ഡച്ച് പടയെ സാക്ഷിയാക്കി മെസ്സി പന്ത് വലയിലെത്തിച്ചു. ഷൂട്ടൌട്ടിൽ അർജന്റീനയുടെ രക്ഷകനായി അവതരിച്ചത് ഗോൾ കീപ്പർ സെർജിയോ റൊമേറോ ആയിരുന്നു. ഡച്ച് താരങ്ങളായ റോൺ വ്ലാറിന്റെയും വെസ്ലി സ്നെഡറുടെയും കിക്കുകൾ തടഞ്ഞുകൊണ്ട് റൊമേറോ അർജന്റീനയെ വിജയതീരത്തേക്ക് അടുപ്പിച്ചു. ഓരോ സേവിനും ശേഷം റൊമേറോയുടെ മുഖത്തുണ്ടായിരുന്ന ആത്മവിശ്വാസം അർജന്റീനിയൻ ആരാധകരെ ആവേശ കൊടുമുടിയിലെത്തിച്ചു. ഗോൾ കീപ്പർ സെർജിയോ റൊമേറോയുടെ അസാമാന്യ പ്രകടനത്തിലൂടെ അർജന്റീന 4-2 വിജയിച്ച് 24 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. ജൂലൈ 13 ഫുട്ബോളിന്റെ മക്കയായ മാറക്കാന സ്റ്റേഡിയം. ലോകം ശ്വാസമടക്കി പിടിച്ചു നിന്ന നിമിഷം. എതിരാളികൾ കരുത്തരായ ജർമ്മനിയാണ്. സെമിഫൈനലിൽ ബ്രസീലിന് 7-1 എന്ന സ്കോറിന് നാണം കെടുത്തിയ ജർമ്മനി ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഫൈനലിലേക്കെത്തിയത്. തോമസ് മുള്ളർ, ടോണി ക്രൂസ്, ഫിലിപ്പ് ലാം തുടങ്ങിയ പ്രതിഭകളാൽ സമ്പന്നമായിരുന്നു ജോക്കിം ലോയുടെ ആ ടീം. ഒരു യന്ത്രം പോലെ കൃത്യതയാർന്ന പാസുകളുമായി ഏതൊരു പ്രതിരോധത്തെയും തകർക്കാൻ കെൽപ്പുള്ള ടീം. തന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന് വെറും 90 മിനിറ്റുകൾ മാത്രം അകലെയായിരുന്നു മെസ്സി. ഡീഗോ മറഡോണയ്ക്ക് ശേഷം അർജന്റീനയിലേക്ക് ആ സ്വർണ്ണക്കപ്പെത്തിക്കാൻ മെസ്സിക്ക് ലഭിച്ച ഏറ്റവും വലിയ അവസരം. ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് മെസ്സിയുടെ കാലുകളിലേക്കായിരുന്നു. മെസ്സി കപ്പടിക്കുമോ അതോ ജർമ്മൻ കരുത്തിന് മുന്നിൽ വീഴുമോ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. മത്സരത്തിന്റെ ഓരോ നിമിഷവും പിരിമുറുക്കം നിറഞ്ഞതായിരുന്നു. കളിയുടെ 47-ാം മിനിറ്റിൽ മെസ്സിക്കൊരു സുവർണ അവസരം ലഭിച്ചു. പ്രതിരോധ നിരയെ വെട്ടിച്ച് ബോക്സിനുള്ളിലേക്ക് കയറിയ മെസ്സി ഇടത് കാലുകൊണ്ട് തൊടുത്ത ഷോട്ട് സെന്റിമീറ്ററുകളുടെ വ്യത്യാസത്തിൽ പോസ്റ്റിന് വെളിയിലേക്ക് പോയി. മാറക്കാന സ്റ്റേഡിയം ഒരു നിമിഷം നിശബ്ദമായി. മെസ്സിയുടെ മുഖത്ത് നിരാശ വ്യക്തമായിരുന്നു. നിശ്ചിത സമയത്ത് ഇരു ടീമുകൾക്കും ഗോളുകൾ നേടാനായില്ല. ലോകം കാത്തിരുന്ന ഫൈനൽ എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി. മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെന്ന് കരുതിയിരുന്ന നിമിഷമായിരുന്നു അത്. എക്സ്ട്രാ ടൈമിന്റെ 2ാം പകുതിയിൽ ഇടത് വിങ്ങിലൂടെ കുതിച്ചുകയറിയ ജർമ്മനിയുടെ ആന്ദ്രേ ഷൂർലെ ബോക്സിലേക്ക് ഒരു ക്രോസ് നൽകുന്നു. പ്രതിരോധത്തിലെ ചെറിയൊരു പിഴവ് മുതലെടുത്ത് മരിയോ ഗോഡ്സെ പന്ത് തന്റെ നെഞ്ചിൽ നിയന്ത്രിക്കുന്നു. അത് നിലം തൊടും മുൻപേ തന്റെ ഇടത് കാലുകൊണ്ട് അർജന്റീനൻ ഗോൾ കീപ്പർ റൊമേറോയെ മറികടന്ന് വലയുടെ മൂലയിലേക്ക് പന്ത് പായിച്ചു. അർജന്റീനിയൻ ജനതയുടെ നെഞ്ചിലൂടെ ഒരാണി തറച്ചതുപോലെ ആ പന്ത് വലയിൽ ചെന്ന് തറച്ചു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അർജന്റീനയ്ക്ക് ബോക്സിന് തൊട്ടടുത്ത് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു.
അർജന്റീനിയൻ ആരാധകർ പ്രാർത്ഥനയോടെ മെസ്സിയെ നോക്കി നിന്നു. ഇറാന്റെയും നൈജീരിയയുടെയും വലകുലുക്കിയ ആ ഇടതുകാലിൽ നിന്ന് മറ്റൊരത്ഭുതം അവർ പ്രതീക്ഷിച്ചു. പക്ഷേ മെസ്സി തൊടുത്ത ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നപ്പോൾ അർജന്റീനയുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. ലോകമെമ്പാടുമുള്ള അർജന്റീനിയൻ ആരാധകരുടെ ഹൃദയം തകർന്ന നിമിഷം. തിരിച്ചടിക്കാൻ മെസ്സിയും സംഘവും അവസാന നിമിഷം വരെ ശ്രമിച്ചെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ അർജന്റീനയുടെ സ്വപ്നങ്ങൾ മാറക്കാനയിലെ പുൽനാമ്പുകളിൽ വീണുടഞ്ഞു. ജർമ്മനി ലോക കിരീടത്തിൽ മുത്തമിട്ടു. അർജന്റീനയുടെ കണ്ണീർ വീണ ആ മൈതാനത്ത് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തെ പ്രഖ്യാപിക്കാനുള്ള സമയമായി. ജേതാക്കൾക്കുള്ള ട്രോഫി ഇരിക്കുന്ന ടേബിളിനരികിലൂടെ ലയണൽ മെസ്സി തന്റെ പുരസ്കാരം വാങ്ങാനായി പടവുകൾ കയറി. ആ ടൂർണമെന്റിൽ ഉടനീളം അർജന്റീനയെ മുന്നിൽ നിന്ന് നയിച്ചതിന് മെസ്സിയെ തേടിയെത്തിയത് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരമായിരുന്നു. മെസ്സിക്ക് ഗോൾഡൻ ബോൾ നൽകിയത് പലരെയും അമ്പരപ്പിച്ചു. തോമസ് മുള്ളർ, ആര്യൻ റോബൻ, ജെയിംസ് റോഡ്രിഗസ് എന്നിവരിൽ ആർക്കെങ്കിലും പുരസ്കാരം ലഭിക്കുമെന്നാണ് പലരും കരുതിയിരുന്നത്. ടൂർണമെന്റിൽ 4 ഗോളുകൾ നേടിയെങ്കിലും നോക്കൌട്ട് ഘട്ടത്തിൽ ഗോളുകൾ നേടാൻ കഴിയാത്ത മെസ്സിക്ക് ഈ അവാർഡ് നൽകിയത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണെന്ന് വരെ വിമർശകർ ആരോപിച്ചു. ഫിഫ പ്രസിഡന്റായിരുന്ന സെബ് ബ്ലാറ്റർ പോലും ഇതിൽ അത്ഭുതം പ്രകടിപ്പിച്ചു. പക്ഷേ ഈ വിവാദങ്ങളെക്കാൾ ലോകം ശ്രദ്ധിച്ചത് മെസ്സിയുടെ മുഖമായിരുന്നു. കയ്യിലുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരത്തെക്കാൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഉടക്കി നിന്നത് അടുത്ത് തന്നെ ഇരിക്കുന്ന ലോക കിരീടത്തിലാണ്. ലോകം കണ്ട മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും തന്റെ രാജ്യത്തിനു വേണ്ടി ആ കപ്പിൽ ഒന്ന് തൊടാൻ കഴിയാത്തതിന്റെ വേദന ആ മുഖത്ത് പ്രകടമായി. ഈ പോരാട്ടങ്ങൾക്കിടയിലും മെസ്സിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിന്റെ കുടുംബമായിരുന്നു. 2014 ആ കടുത്ത പോരാട്ടങ്ങൾക്ക് ശേഷം ലോകകപ്പ് കിരീടം കയ്യകലത്തിൽ നഷ്ടപ്പെട്ട വലിയ സങ്കടത്തിൽ നിന്ന് മെസ്സിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് തന്റെ രണ്ടാമത്തെ മകന്റെ വരവായിരുന്നു. 2015 സെപ്റ്റംബർ 11 മാറ്റയോ മെസ്സി ജനിച്ചു. കളിക്കളത്തിലെ 10ാം നമ്പർ മജീഷ്യൻ വീട്ടിലെത്തുമ്പോൾ തന്റെ മക്കളുടെ കുസൃതികൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കുന്ന വെറുമൊരച്ഛനായി മാറി. മാറ്റയോയുടെ പുഞ്ചിരി കരിയറിലെ ഏറ്റവും വലിയ സമ്മർദ്ദഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ആശ്വാസമേകി. തോൽവികളിൽ നിന്ന് തളരാതെ മുന്നോട്ടു പോകാൻ ആ കുഞ്ഞു ചിരികൾ മെസ്സിയെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കളിക്കളത്തിന് പുറത്ത് മറ്റൊരു അഗ്നി പരീക്ഷ മെസ്സിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്പെയിനിൽ മെസ്സിക്കെതിരെ നടന്ന നിയമ നടപടികൾ അദ്ദേഹത്തെയും കുടുംബത്തെയും വേട്ടയാടി. 2015 ഒക്ടോബർ 8 കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായി. തെളിവുകളുടെ അഭാവത്തിൽ മെസ്സിയെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടെങ്കിലും സ്പാനിഷ് സ്റ്റേറ്റ് അറ്റോർണി അത് തള്ളി. മെസ്സി വിചാരണ നേരിടണമെന്ന് കോടതി ഉത്തരവിട്ടു. ഒരു വശത്ത് രാജ്യത്തിനായി കിരീടം നേടാൻ കഴിയാത്തതിന്റെ സങ്കടം, മറുവശത്ത് തന്നെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്ന നിയമ പോരാട്ടങ്ങൾ. മെസ്സി എന്ന നായകന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടമായി അത്.